എഗ്ഗ് ബിരിയാണി. ഇതിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങൾ: 1.5 കപ്പ് ബസ്മതി അരി, ഒരു 3/4 ഭാഗം വേവിച്ചെടുത്തത്, പുഴുങ്ങിയെടുത്ത മുട്ട, 3 ടേബിൾ സ്പൂൺ തൈര്, 3 സവാള സ്ലൈസ് ചെയ്തെടുത്തത്. ഇതിലേക്ക് നമുക്ക് വേണ്ട മസാലപ്പൊടികൾ: 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നാരങ്ങ പിഴിഞ്ഞ് നീരെടുത്തത്, മല്ലിയില, 3 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഓക്കെ, നമുക്ക് എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് സവാളയൊന്ന് മൊരിയിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു കട്ടിയുള്ള പരന്നിട്ടൊരു പാൻ വെച്ചിട്ടൊന്ന് ചൂടാക്കാം. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് സവാള മൊരിയിക്കാനുള്ള എണ്ണ ഒഴിക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് സവാള ഇട്ടിട്ടൊന്ന് മൊരിയിക്കാം. സവാള നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കുമ്പോൾ നല്ല കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രം നമുക്ക് പെട്ടെന്ന് അത് മൊരിഞ്ഞ് കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. നമ്മൾ സവാള വേഗം മൊരിഞ്ഞിട്ട് നമ്മുടെ സവാള നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. നമ്മൾ എടുത്ത് വെച്ചാൽ മഞ്ഞൾപ്പൊടിയിൽ കുറച്ച് ചേർത്താൽ മതി. സവാളയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കണേ. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇപ്പോൾ ചേർക്കാം. ഇപ്പം മഞ്ഞൾപ്പൊടി നന്നായിട്ട് സവോളയുടെ കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. ഒരു 3/4 ഭാഗം സവോള എടുത്തിട്ട് നമുക്കൊരു സൈഡിലേക്ക് വയ്ക്കാം. അത് നമുക്ക് ഏറ്റവും അവസാനം നമ്മൾ റൈസ് ഇടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്യാം. ബാക്കിയുള്ള 1/4 ഭാഗം സവോളയിൽ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യണം. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. നമുക്ക് ഗരം മസാല ചേർക്കാം. മസാല എല്ലാം നന്നായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തൈര് ചേർക്കാം. മല്ലിയിലയും ചേർക്കാം. ഇതിലേക്ക് നാരങ്ങാനീര് ചേർക്കാം. നമ്മൾ തൈരൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പുഴുങ്ങി ചെയ്ത മുട്ട ചേർക്കാം. വെച്ചിട്ട് ഇനി നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. നമുക്ക് നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ചേക്കുന്ന സവോളയും കൂടിയിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം.
നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചേക്കണം റൈസ് ചേർക്കാം. അരി വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ട് വേണം അരി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ മസാലയ്ക്ക് എല്ലാവർക്കും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. എഗ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. നമുക്ക് തീ ഓഫ് ചെയ്യാം.